കൗമാരപ്രായം മുതൽ പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് നല്ല ഭക്ഷണം കണ്ടെത്തി കൊടുക്കണം മാതാപിതാക്കൾ. കാര്യം ഒരു സമൂഹത്തെ പുനഃസൃഷ്ടിക്കുക എന്ന ഉത്തരവാദിത്വം സ്ത്രീകളിലാണ്. ആരോഗ്യമുള്ള സ്ത്രീ ശരീരങ്ങളിലൂടെ മാത്രമേ ആരോഗ്യമുള്ളൊരു സമൂഹം ഉണ്ടാവുള്ളൂ. ആരോഗ്യമുള്ള സ്ത്രീ ശരീരത്തിലൂടെ മാത്രമേ ആരോഗ്യമുള്ള ഒരു മനുഷ്യ സമൂഹം ഉണ്ടാവുള്ളൂ. അപ്പോ കൗമാരപ്രായം മുതൽ തന്നെ പെൺകുട്ടികൾക്ക് ചേരുന്ന പഴവും അവർക്ക് ചേരുന്ന ഭക്ഷണമൊക്കെ കൊടുക്കണം. പപ്പായ എന്ന് പറയും, ഇവിടെ എന്താ പറയാന്നറിയില്ല. കർമൂസ, പപ്പായ മാറ്റില്ലല്ലോ, ഞാൻ പറഞ്ഞ മാറിയിട്ടില്ലല്ലോ. പപ്പായ, കപ്പക്ക എന്ന് പറയും ചില സ്ഥലത്ത്. പല സ്ഥലത്തും അതിന്റെ മരം മുറിച്ച് കളഞ്ഞിട്ട് ഉള്ള മരം പൊട്ടി വീണ് സംരക്ഷിക്കില്ല. ഏറ്റവും ഗുണമുള്ള ഗർഭപാത്രത്തെ ശക്തിപ്പെടുത്തുന്ന പഴമാണ് പപ്പായ, പഴുത്ത പപ്പായ. 10-12 വയസ്സുള്ള പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇന്ന് പിരീഡ്, എന്താ പറയാ, മെൻസസ്, മാസമുറ ഓക്കെ അല്ലേ? ക്ലിയറല്ലേ? ഞാൻ പറഞ്ഞ ക്ലിയറല്ലേ? ഓരോ നാട്ടിലും വേറെ പേരുണ്ടോന്ന് അറിയില്ല, എനിക്ക് അതാ പേടി. ഈ മാസമുറയുമായി ബന്ധപ്പെട്ട ഒരുവിധം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഈ പഴത്തിന് കഴിയും. അപ്പം നമ്മൾ അത് മനസ്സിലാക്കി അവർക്കത് കൊടുക്കണം. കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് പപ്പായ കഴിക്കാൻ കൊടുക്കണം. എന്തിന്? സ്ട്രെങ്ത്ഫുൾ ബോംബ്, ശക്തിയുള്ള ഗർഭപാത്രം അവർക്കുണ്ടായിത്തീരും. അത്തരം ശക്തിയുള്ള ഗർഭപാത്രം, അത്തരം ശക്തിയുള്ള ഗർഭപാത്രത്തിൽ കിടന്ന കുഞ്ഞുങ്ങൾ ആരോഗ്യവാന്മാരായി പുറത്തു വരും. ഇന്ന് വ്യാപകമായി സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അബോർഷൻ ആവുക. 2 മാസമാകുമ്പോൾ 3 മാസമാകുമ്പോൾ വ്യാപകമായി ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അബോർഷൻ. അലസിപ്പോവുക, ഗർഭം നിൽക്കാതെ അലസിപ്പോവും. വ്യാപകമാണ്. അതിന്റെ കടക്കക്കേട്ട് ഞെട്ടിപ്പോയി. എന്തുകൊണ്ടാ? പലപ്പോഴും ഗർഭപാത്രത്തിന് ശക്തിയില്ല. അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത സമയമാകുമ്പോഴേക്കും ഇത് ഇളകി രക്തവും മാംസപ്പിണ്ടൊക്കെ ആയിട്ട് കഷ്ണം പീസസായിട്ട് പുറത്തുപോവാണ്. അപ്പൊ ശക്തിയുള്ള ഗർഭപാത്രം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ നല്ല കാര്യമാണ്, ആരോഗ്യമുള്ള സ്ത്രീയുടെ ലക്ഷണമാണ്. അതുകൊണ്ടല്ലേ ഇസ്ലാം പറഞ്ഞ് കൂടുതൽ പ്രസവിക്കാൻ സാധ്യതയുള്ള പെണ്ണിനെ നോക്കി കല്യാണം കഴിക്കണമെന്ന്. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരനെ അവരെ നോട്ട് ചെയ്തോളി. കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കണം. പെണ്ണ് കാണാൻ പോകുമ്പോൾ നീ കൂടുതൽ പ്രസവിക്കുമെന്ന് ചോദിച്ചാൽ വിവരം അറിയും. അറിയിക്കാൻ പറ്റൂലല്ലോ. ഫിഖ് പറയണ വലൂതും വദൂതും അങ്ങനെയല്ലേ കിതാബിലുള്ള, അല്ലേ? നീ കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ചികിത്സിച്ചതിന്റെ പൈസ തീരും. കാരണം പ്രസവം കുറഞ്ഞ പെണ്ണുങ്ങളിൽ വല്ലാത്ത രോഗങ്ങൾ വരും. ഒരു സ്ത്രീയുടെ പ്രസവം എത്ര കണ്ട് കുറയുന്നു അത്ര കണ്ടവൾ മാരകമായ രോഗങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇന്നിപ്പോ സ്ത്രീകളിൽ ഏറ്റവും വ്യാപകമായിട്ടുള്ള 2 ക്യാൻസറിനെ കുറിച്ച് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഒന്ന് ബ്രസ്റ്റ് ക്യാൻസറാണ്, മാറിടത്തിൽ വരുന്ന ക്യാൻസറാണ്. മറ്റൊന്ന് ഗർഭാശയ ഗള ക്യാൻസറാണ്. ഒരുപാട് കാരണങ്ങൾ എണ്ണി പറഞ്ഞെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഒന്ന് പറഞ്ഞത് പ്രസവം കുറഞ്ഞു, മുലയൂട്ടൽ കുറഞ്ഞു എന്നതാണ്. സ്ത്രീകളൊക്കെ മനസ്സിലാക്കിയത് മുലയൂട്ടലിലൂടെ കുഞ്ഞിനാണ് ഗുണമെന്നാണ്. കുഞ്ഞിനേക്കാൾ ഗുണം ഉമ്മക്ക. ഒരു സ്ത്രീ എത്ര കണ്ട് കുഞ്ഞിന് പാല് കൊടുക്കണോ കുഞ്ഞിന് കിട്ടുന്നതിനേക്കാൾ ഗുണം ആർക്ക് കിട്ടും? പാല് കൊടുത്ത ഉമ്മാക്ക് കിട്ടും. ഒരു സ്ത്രീ എത്ര കണ്ട് മുലയൂട്ടൽ കുറയുന്നുവോ അത്ര കണ്ട് ദുരിതത്തിലാവും ആര്? പെണ്ണ്. പക്ഷെ ഇന്ന് വേറൊരു പ്രശ്നം എന്താണ്? മുലപ്പാല് കുറഞ്ഞു പോവുക. സ്ത്രീ സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള വേറൊരു പ്രശ്നമാണ് മുലപ്പാല് കുറയുക. ഗർഭകാലഘട്ടത്തിൽ കഴിക്കുന്ന ചില മെഡിസിനുകളും പ്രസവത്തിന്റെ തൊട്ടുമുമ്പ് വെക്കുന്ന ചില ഇഞ്ചക്ഷനുകളും തെറ്റായ ഭക്ഷണ രീതികളും കാരണം മുലപ്പാല് കുറഞ്ഞു പോകുന്നു സ്ത്രീകളിൽ. വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഒരു മനുഷ്യന്റെ ആരോഗ്യം തീരുമാനിക്കുന്നതിൽ പ്രധാനപ്പെട്ട പാനീയമാണ് മുലപ്പാല്. ഭക്ഷണം എന്നതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഭക്ഷണം പറയുമ്പോൾ 6 മാസം വരെ മറ്റൊരു ഭക്ഷണവും കഴിക്കാൻ പാടില്ലാത്ത കുഞ്ഞ് കഴിക്കേണ്ട ഭക്ഷണം എന്താ? ഒരു ഭക്ഷണവും പാടില്ല എന്ന ഇസ്ലാമിക വൈദ്യശാസ്ത്രം. ജനിച്ച് 6 മാസം വരെ കുഞ്ഞുങ്ങൾ വേറെ ഒരു ഭക്ഷണവും പാടില്ല. ഈ കാലഘട്ടത്തിലെ കുട്ടികളിൽ രോഗങ്ങൾ വല്ലാണ്ട് വ്യാപിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം നേരത്തെ പറഞ്ഞ ചില പൗഡറുകളാണ്. ഹോസ്പിറ്റലുകളിൽ നിന്ന് പ്രസവം കഴിഞ്ഞ് ഡിസ്ചാർജായി വരുമ്പം തന്നെ പല കുടുംബവും ടിൻ ഫുഡ്സ്, ചില പൗഡറുകൾ വാങ്ങിയാണ് വീട്ടിലോട്ട് വരുന്നത്. ചില ആളുകൾ ഉമ്മയുടെ മുലപ്പാല് കുറവാണെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ഈ പൗഡറുകൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ചില ആളുകൾ ഉമ്മക്ക് പാല് കുറവാണ് എന്ന ന്യായം പറഞ്ഞിട്ടാണ് പൗഡറുകൾ കുറുക്കിയെടുത്ത് കൊടുക്കുന്നത്. പക്ഷേ കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ച അല്ലാഹു, മനുഷ്യരെ സൃഷ്ടിച്ച അല്ലാഹു, അല്ലാഹുവിന്റെ വഹീനാൽ സംസാരിച്ച മുഹമ്മദ് റസൂൽ
ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരികളായ സ്വഹാബത്തെ കിറാം അവരിൽ നിന്നും ശാസ്ത്ര വിഷയങ്ങൾ പഠിച്ചെടുത്ത സ്വഹാബത്തിൽ നിന്നും ശാസ്ത്ര വിഷയങ്ങൾ പഠിച്ചെടുത്ത മഹാന്മാരായ അഇമ്മത്തിലൂടെ ഇമാമിങ്ങളിലൂടെ വളർന്നു വന്ന വൈദ്യശാസ്ത്രമാണ് ഇസ്ലാമിക വൈദ്യശാസ്ത്രം. ഇസ്ലാമിക വൈദ്യശാസ്ത്ര പണ്ഡിതന്മാര് പറയുന്നത് ജനിച്ച് 6 മാസം വരെ ഉമ്മയുടെ പാലല്ലാത്ത ഭക്ഷണം വയറിലെത്താൻ പാടില്ല. ഇന്ന് കുട്ടികളിൽ മഹാഭൂരിഭാഗം കുഞ്ഞുങ്ങളും പല രോഗത്തിന്റെ അടിമകളായത് എന്തുകൊണ്ടാണ്? ഇപ്പറഞ്ഞ ടിന്നുകളിൽ ബോക്സുകളിൽ വരുന്ന ഭക്ഷണങ്ങളാണ്. സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും കൊടുക്കാൻ പാടില്ലാത്ത സമയമാണത്. എത്രത്തോളം മഹാന്മാര് പഠിപ്പിക്കുന്നു, അല്ലാഹുവിന്റെ താൽപര്യത്തിൽ മാത്രമായി മനുഷ്യൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക ഘട്ടമാണ് ആദ്യത്തെ 4 മാസം. ആദ്യത്തെ 4 മാസം കുഞ്ഞ് കേൾക്കുന്ന ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മാത്രം വരട്ടെ. മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവർകൾ പഠിപ്പിച്ചൊരു ഇൽമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പം 4 മാസം വരെ മുഹമ്മദുർ റസൂലുള്ളാഹ് ചേർത്തിട്ട് താരാട്ട് വേണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം മതി. 4 മാസത്തിന് ശേഷം മുഹമ്മദുർ റസൂലുള്ളാഹ് ചേർത്താ മതി. എന്താ പറയാൻ കാരണം? ആ സമയത്ത് മനുഷ്യന്റെ താല്പര്യം കൂടുതലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം കേൾക്കാനാണ്. അപ്പൊ ഭൗതികമായ താല്പര്യം തീരെയില്ലാത്ത സമയത്ത് അഭൗതിക ഗുണങ്ങൾ കൂടുതലുള്ള ഭക്ഷണമായ മുലപ്പാല് കുഞ്ഞുങ്ങൾ കുടിക്കണം. അഭൗതികമായ ഗുണങ്ങൾ പരിപാലകനായ രക്ഷിതാവിന്റെ പ്രത്യേകമായ ഔദാര്യമാണ് സ്ത്രീകളിലെ മുലപ്പാൽ. അത്ഭുതമാണ് സ്ത്രീകളിലെ മുലപ്പാൽ. രോഗപ്രതിരോധ ശേഷി, മരിക്കുവോളം രോഗപ്രതിരോധ ശേഷി നൽകാൻ കഴിയുന്ന അമൂല്യമായ പാനീയമാണ് മാതാവിന്റെ മുലപ്പാൽ. പക്ഷേ അവിടെ ശ്രദ്ധിച്ചിരിക്കണം. ഇന്നിപ്പോ കുഞ്ഞുങ്ങൾക്ക് സൂക്കട, കുഞ്ഞുങ്ങൾക്ക് വ്യാപകമായി രോഗങ്ങളാണ്. പ്രധാന കാരണം പറഞ്ഞത് പലപ്പോഴും സ്ത്രീകളുടെ മുലപ്പാല് ചീത്തയായി എന്നതാണ്. മുലപ്പാല് ചീത്തയാവാനുള്ള കാരണം പറഞ്ഞെന്താ? പഴകിയ ഭക്ഷണം കഴിക്കുക, തണുത്ത ഭക്ഷണം കഴിക്കുക, പുളിച്ച ഭക്ഷണം കഴിക്കുക, ഭക്ഷണത്തിന്മേൽ ഭക്ഷണം കഴിക്കുക, ഇതൊക്കെയാണ് മുലപ്പാല് ചീത്തയാവാൻ കാരണം. അതുകൊണ്ട് കുഞ്ഞുങ്ങളിൽ രോഗമാണ്. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. അപ്പൊ പറഞ്ഞു വന്നത് പഴഭക്ഷണങ്ങൾ കഴിക്കണം, പഴത്തിന് പ്രാധാന്യം കൊടുക്കണം. പ്രഭാതത്തിൽ പ്രത്യേകിച്ചും കാലിവയറുകളിൽ നമുക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഭക്ഷണം പഴമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈത്തപ്പഴമാണ്. ക്യാൻസറിന് പോലത്തെ മാരകമായ രോഗങ്ങളെ തടയാൻ കഴിവുള്ള വസ്തുക്കൾ കരോട്ടിൻ പോലത്തെ വസ്തുക്കൾ ഈത്തപ്പഴത്തിലുണ്ട്. പക്ഷെ നമ്മൾ കഴിക്കാറില്ല. സുലഭമായി ലഭിക്കുമെങ്കിൽ ഇപ്പോഴും നമ്മളത് കഴിച്ചു തുടങ്ങിയിട്ടില്ല. എത്ര വില കൂടിയ മരുന്നാ പലരും കഴിക്കണേ. കാരക്കയില്ലാത്ത വീട്ടിൽ ഭക്ഷണമില്ലെന്ന് മുഹമ്മദുർ റസൂൽ. ഭക്ഷണത്തിൽ വലിയ ഗൗരവമുള്ള സാധനമാണ്. എന്റെ മഹാനായ ഗുരുനാഥൻ അത്തിപ്പറ്റ ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, ഒരു ദിവസം ഒരുപക്ഷെ ഏറ്റവും പ്രാധാന്യത്തോടെ കഴിക്കുന്ന ഭക്ഷണം ഈത്തപ്പഴ. ഞാൻ പലപ്പോഴും ആ മഹാനുഭാവനെ കണ്ടപ്പോ ഏറ്റവും പ്രാധാന്യത്തോടെ അദ്ദേഹം കഴിക്കുന്നത് കണ്ടത് ഈത്തപ്പഴ. അദ്ദേഹത്തെ ഗസ്റ്റായി വിളിച്ച വീട്ടുകാർ അതുകൊണ്ട് തന്നെ ഈത്തപ്പഴം പ്രത്യേകം കഴുകി സൂക്ഷിക്കും. ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ടടുത്ത് കൊണ്ടുവെക്കും. ഏറ്റവും രാവിലെ എഴുന്നേറ്റ് സുബഹ നിസ്കരിക്കുന്നതിന് ആ മഹാനുഭാവൻ കഴിക്കുന്ന ഭക്ഷണം ഈത്തപ്പഴവും നേന്ത്രപ്പഴവുമാണ്. അദ്ദേഹത്തിന് പിടികൂടിയ മാരകമായ ക്യാൻസർ എന്ന രോഗത്തെ അദ്ദേഹം അതിജയിച്ചിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇത് വ്യാപകമായിട്ട് ക്യാൻസർ വ്യാപിക്കുന്ന കാലഘട്ടത്തിൽ 2 കോടിയിൽ പരം ആളുകൾക്ക് ക്യാൻസർ വരികയല്ലേ ഓരോ കൊല്ലവും. ഓരോ കൊല്ലവും പിടികൂടുന്ന ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ 2 കോടിയാണ്. റമദാൻ ആയാൽ പോലും നമ്മളതിന് പ്രാധാന്യം കൊടുക്കില്ല. റമദാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട പഴയ ഈത്തപ്പഴാണ്. നമ്മൾ വാങ്ങൽ ബത്തക്ക, നമ്മൾ വാങ്ങൽ പൈനാപ്പിൾ, നമ്മൾ വാങ്ങൽ മുന്തിരി. ഇതൊന്നും റമദാനായിട്ട് ബന്ധമില്ലാത്തതാണ്, റമദാനിൽ തീരെ കൊള്ളാത്തതാണ്. കച്ചവടക്കാർക്കൊക്കെ ദേഷ്യം പിടിക്കുമെന്നറിയില്ല. ആകെ 4 ബത്തക്ക ചെലവാകുന്ന സമയമാണിത്. നോമ്പുരിക്കുന്ന സമയത്ത് വേണ്ടെന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പിന്നെപ്പോഴും കഴിച്ചോളി. അതിനിടയിൽ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ പഴം ഇടയ്ക്ക് കടന്നു വന്നതാണ്. വുളുവിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. വുളുവോടുകൂടി വെള്ളം കുടിക്കുക. സ്ത്രീകൾ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കുമ്പോൾ വുളുവോടുകൂടി മുലപ്പാൽ കൊടുക്കുക. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് അത് പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഷഹീദ് അമീലത്ത് ടിപ്പു സുൽത്താന്റെ മാതാവ് അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്.
എന്റെ കുട്ടിക്ക് മുലപ്പാല് കൊടുക്കുന്ന സമയത്തൊക്കെയും ഞാൻ വുളൂഇലായിരുന്നു. അതുകൊണ്ടാണ് എന്റെ കുട്ടി ഇത്രയും ഉശിരുള്ള ആളായത്. ബ്രിട്ടീഷുകാരുടെ ടിപ്പു സുൽത്താന്റെ മുമ്പിൽ പേടിച്ചുപോയി, വിറച്ചുപോയി. ചതിയിലൂടെ കൊല്ലേണ്ടി വന്നു. എന്തുകൊണ്ട്? നേർക്ക് നേരെ ഫൈറ്റ് ചെയ്യാൻ, ഷഹീദെ മില്ലത്തിന്റെ മുമ്പിൽ നിൽക്കാൻ മാത്രം ധൈര്യമുള്ള ഒരൊറ്റ കുട്ടിയൊന്നുണ്ടായിട്ടില്ല. എന്താ കാര്യം? ഉമ്മ കൊടുത്ത മുലപ്പാലിന്റെ ഗുണം. സുൽത്താൻ ഹൈദർ അലി ഒരു ദിവസം കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഇങ്ങനെ ഉലാത്താണ്. പെണ്ണുങ്ങളൊക്കെ മനസ്സിലായിക്കോളി, കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കണ ഉമ്മമാരുടെ മനസ്സിലായിക്കോളി. സുൽത്താൻ ഹൈദർ അലി, അതായത് ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താന്റെ പിതാവേ, കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലൂടെ നടന്നിരിക്കുകയാണ്. ഈ സമയത്ത് കൗമാരപ്രായത്തിലുള്ള ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താൻ കരടിയുമായി മൽപ്പിടുത്തത്തിലാണ്. കൊട്ടാരത്തിന്റെ മുറ്റത്ത് ചെടിത്തോട്ടാണ്, ചെടിത്തോട്ടം. അവിടെ ഇങ്ങനെ മൽപ്പിടുത്തം നടത്തുകയാണ്. ആര്? പൂച്ചയുമായിട്ടല്ല, കരടി. നമ്മളെല്ലാം പെണ്ണുങ്ങന്മാര് പൂച്ചന്റെ അടുത്ത് കുഞ്ഞിനെ കണ്ട ഓളെ മുട്ട് കുറക്കും. പൂച്ചന്റെ അടുത്തേക്കല്ല എന്നാ പറയുന്നത്. കരടിയുമായി മൽപ്പിടുത്തത്തെ രംഗം കണ്ടിട്ട് സുൽത്താൻ ഹൈദർ അലി തന്റെ ഭാര്യയെ വിളിക്കണം. എടി പെണ്ണജി ഓടിവാൻ, നിന്റെ കുട്ടി എന്തപ്പോ കാട്ടുന്നത്? അപ്പോൾ അങ്ങനെയാണ് ആണുങ്ങന്മാര്. പിള്ളേര് കുരുത്തക്കട കളിക്കുന്നാലും ഉമ്മാനെ വിളിക്കുക ആണുങ്ങന്മാര്. കണ്ണൂരൊക്കെ അങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. സുൽത്താൻ ഹൈദർ അലി വിളിച്ചു ഭാര്യയെ. കൊട്ടാരത്തിന്റെ അന്തഃപുരത്തിൽ നിന്ന് വെളിയിലോട്ട് വന്ന ഹൈദർ അലിയുടെ പത്നി പറഞ്ഞെന്താ അറിയോ? ഇതാ വലിയ കാര്യം. ഏത്? കരടിയുമായി കുട്ടി യുദ്ധം ചെയ്യുമ്പോഴാ ചോദിക്കണം ഉമ്മ. ഇവിടത്തേക്ക് ആംബുലൻസ് വിളിക്കേണ്ടി വരില്ല ഇവിടുത്തെ ഒരു ഉമ്മയെ കണ്ടിട്ടുണ്ടെങ്കിൽ. ഇതാണോ വലിയ കാര്യം? ഞാൻ എന്റെ കുട്ടിക്ക് മുലയൂട്ടുന്ന സമയത്തൊക്കെയും എനിക്ക് വുളു ഉണ്ടായിരുന്നു. അതിന്റെ ഉശിരാണ് എന്റെ കുട്ടി കാട്ടുന്നത്. നമ്മളാരുടെ പെണ്ണുങ്ങളെന്ന് പറയല് ലാക്ടോ, എന്താണ് അതിന്റെ പേര്? മുലകുടിക്ക് പ്രായത്തിൽ ഞാൻ എനിക്ക് ലാക്ടോജൻ കൊടുത്തു, നാൻബൺ കൊടുത്തു, ജൂനിയർ ഹോർലിക്സ് കൊടുത്തു. അതിന്റെ ക്ഷീണാണ് എന്റെ കുട്ടിക്ക് കാണുന്നത്. ഷഹീദ മില്ലത്തിന് മുമ്പ് എന്താ പറഞ്ഞത്? നിങ്ങൾ ഇതിനെപ്പോ എന്നെ വിളിച്ചത്, ഞാൻ എന്റെ കുട്ടിക്ക് വുളു ചെയ്യുമ്പോഴ മുല കൊടുക്കുന്ന സമയത്തൊക്കെ വുളു ഉണ്ടായിരുന്നു. ഭക്ഷണത്തിലെ ഗുണം ശരിയായ രൂപത്തിൽ ശരീരത്തിൽ പ്രതിഫലനം ചെയ്യുന്നതിൽ വുളുഇന് പങ്കുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് എഴുതിയ ചരിത്രം അൽ മനാഖിബു ഷാഫിഈ, ഇമാം ഫഖ്റുർ റാസി റഹിമഹുല്ലാഹ് തങ്ങൾ. എന്തത്ര വലിയ ഓർമ്മശക്തി, എന്താ ഇത്ര വലിയ ബുദ്ധിശക്തി! 6ാമത്തെ വയസ്സിൽ ഹിഫ്ള്, 10ാമത്തെ വയസ്സിൽ മുവത്വ, 15ാമത്തെ വയസ്സിൽ ഹറം ഷരീഫിൽ മുഫ്തി. എന്താ ഈ പ്രതിഭാവിലാസത്തിന്റെ പിന്നിൽ? SLCയിൽ 4 A+ കിട്ടുമ്പോഴത്തേക്ക് ഫ്ലക്സിൽ ഫോട്ടോ. ഇതൊക്കെ വലിയ കാര്യമാണ്. 17ാമത്തെ വയസ്സിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച സമുദായത്തിന്റെ കുട്ടികൾ SLCയിൽ 4 A+ വാങ്ങുമ്പോൾ കൊടുത്തോളി, നിങ്ങൾ പ്രോത്സാഹനമൊക്കെ പ്രോത്സാഹനം കൊടുത്തോളി. ഇസ്ലാമിക സമൂഹത്തിലെ പൂർവികരുടെ ചരിത്ര പറയണത് 15 വയസ്സാകുമ്പോഴേക്കും മതവിധി പറയുന്ന മഹാപണ്ഡിതനായ ഒരു ബാലൻ. നമ്മളെന്താ പറയുക? ചെറിയ കുട്ടിയല്ലേ. മാറിയാരി ഇമാം ഷാഫിഈ. എന്താ രഹസ്യം? ഉമ്മ മുലയൂട്ടുന്ന നേരത്ത് വുളൂ ചെയ്തിരുന്നു. കിതാബ് നോക്കിക്കോളിങ്ങള്. നമ്മൾ പെണ്ണുങ്ങളിത് പഠിക്കണ്ടേ? ഇനിയെങ്കിലും ഉശിരുള്ള കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ അറിവുകൾ നമ്മൾ ഉപേക്ഷിച്ചു പോയാൽ, നമ്മൾ പാശ്ചാത്യന്മാരുടെയും പൗരസ്ഥരുടെയും പിറകിൽ പോയാൽ ലോകത്തിന് വഴിവെളിച്ചം കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയൂ? أدركنا رسول الله يا رسول الله خذ بأيدينا قلت غيرتنا أدركنا